ഹൈ ഡേയ്സ് ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നമ്മളുടെ മാർക്കറ്റ് പോലെ തന്നെ അതീവ വോളറ്റൈലാണ് യു എസ് മാർക്കറ്റും. അതല്ലെങ്കിൽ യു എസ് മാർക്കറ്റ് വോളറ്റൈലായതിനു ശേഷം ഇപ്പോൾ ഇന്ത്യ മാർക്കറ്റ് റിസൾട്ട് കാലഘട്ടമായതുകൊണ്ട് വോളറ്റൈൽ ആയത് പോകാം. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് യു എസ് മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. എങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ അതിഭീകരമായിട്ടുള്ള നെഗറ്റിവിറ്റി ഇല്ലാതിരുന്നു എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം, യെസ്റ്റർഡേ ക്ലോസിങ് കാണാം, അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വലിയ പോയിന്റുകളൊന്നും തന്നെ ചോർന്ന് പോയിട്ടില്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണോ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഭീകരമായ രീതിയിലുള്ളൊരു ഫോള്, ഒരു ബ്ലഡ് ബാത്ത് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് ഇന്ന് ഉണ്ടായില്ല എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം, ഏറ്റവും താഴെ നോക്കാം. യു എസ് വിക്സ് 11.79, നാസ്ഡാക്ക് യു എസിലെ ടെക്നോളജി കമ്പനീസ് ഫ്ലാറ്റായ രീതിയിൽ അവസാനിച്ചു. ആക്ച്വലി ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോ ഫോൾ ആയിട്ടുണ്ട്, എങ്കിലും ഭീകര ഫോളില്ല. 157 പോയിൻറ്റിൻ്റെ ഒരു ഫോള്. പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 0.42% ആണുള്ളൂ. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് 13.26 യു എസ് വിക്സ് ഏറ്റവും താഴെ കാണാം 11.79. അപ്പോൾ യു എസ് വിക്സിനേക്കാളും കൂടിയ രീതിയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. ബിറ്റ്കോയിൻ 1000 പോയിൻ്റ് ഇടിഞ്ഞ് 45,939 നിൽക്കുന്നു. ഇന്നലെ 2000 പോയിൻ്റ് കയറിയതായിരുന്നു. അപ്പോൾ അതിൽ 1000 പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ഫോളായി. MOX റഷ്യൻ മാർക്കറ്റ് റെഡിലടച്ചു. FTSE CSE 40 ഡാക്സ് എല്ലാം യൂറോപ്യൻ മാർക്കറ്റാണ്, അതെല്ലാം തന്നെ റെഡിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് ശക്തമായ റാലി ഉണ്ട്, 421 പോയിൻറ്റിൻ്റെ റാലി. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്, അതായത് കൊറിയ, ഷാങ്ഹായ്, ചൈന, X200, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2030 പെർ ഔൺസ് എന്ന നിലയിലാണ്. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ പൊതുവെ നെഗറ്റീവ് ആയ രീതിയിലാണ് ക്ലോസ് നടത്തിയത് കാണാം. ഇൻഫോസിസ്, വിപ്രോ, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഡോക്ടർ റെഡ്ഡി, റിലയൻസ് എല്ലാം തന്നെ റെഡിലടച്ചു. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ അവർ സ്റ്റിൽ 64% അവർ ലോങ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. 36% മാത്രമാണ് ഷോർട്ട് പൊസിഷനുള്ളൂ. ഗ്ലോബൽ ഈവൻറ്റുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പൊസിഷൻസ് എല്ലാം തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ് ഓരോ രാജ്യങ്ങളുടെ ഈവൻറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം, വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ട് നോക്കാം. യു എസിൽ നിന്ന് ഇന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസും UK നിന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്പീച്ചും ഉണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രതിനിധിയുടെ സ്പീച്ചും ഉണ്ട്. നാളെയാണ് ആളുകൾ ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്ന US CPI ഇൻഫ്ലേഷൻ. ചൈനയുടെ CPI ഇൻഫ്ലേഷൻ ഉണ്ട് വെള്ളിയാഴ്ച. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട് വെള്ളിയാഴ്ച. പണപ്പെരുപ്പ നിരക്കാണ് CPI ഇൻഫ്ലേഷൻ സൂചിപ്പിക്കുന്നത്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. 47,200 സ്പോട്ടുള്ളത്. കോൾ ഷോർട്ട് വലിയ രീതിയിൽ ആഡായിട്ടുണ്ട്. കാണാൻ പറ്റും താഴെ കോള് 4.45 CR, പുട്ട് നിയർ ടു 3 CR, PCR 0.7. 48,000 ഏറ്റവും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. 47,200 ഇപ്പോൾ സ്പോട്ട് ഉള്ളത്. അപ്പോൾ 48,000 താഴെയുള്ള സ്ട്രൈക്കുകളെല്ലാം തന്നെ 100 പോയിൻ്റ് ഇടവിട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളുള്ളത്. അതെല്ലാം തന്നെ റൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 46,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 46,500 അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. നമ്മുടെ മാർക്കറ്റിൽ ആദ്യമായിട്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ് കണ്ടു. ഇന്നലെ FISൻ്റെ ക്യാഷ് മാർക്കറ്റിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. 990 കോടി രൂപ അവർ സെല്ല് ചെയ്തിട്ടുണ്ട്. FIS സെല്ല് ചെയ്തിട്ടുണ്ട്. DIs 104 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്ക്, ഇന്ന് FNO ബാൻ, റിസൾട്ടുകൾ എന്നാണ്, IPO എന്നാണ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബിസ്മിറ്റ് ട്രേഡിങ്ങിൽ ട്രേഡ് ബഡി ടാബിൽ പോകാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ബുക്ക് മാർക്കും ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, അതും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഡെൽറ്റ കോർപ്പ് ഇന്ത്യയിലെ കാസിനോ ബിസിനസ് ചെയ്യുന്ന, ഓൺലൈൻ ഗെയിമിംഗ് ബിസിനസ് ചെയ്യുന്ന
കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ്. ഇവർക്ക് ഏകദേശം ഒരു 4000 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിക്ക് ഏകദേശം ഒരു 16,000 കോടി രൂപയുടെ GST നോട്ടീസൊക്കെ കിട്ടി വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. ഈ ഒരു Q3 റിസൾട്ടിൽ ആദ്യ ബാച്ചുകളിലുള്ള ഒരു കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ്. റിസൾട്ട് വന്നപ്പോൾ 60% ഇയർ ഓൺ ഇയർ ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ളൊരു ന്യൂസാണുള്ളത്. PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഗിഫ്റ്റ് നിഫ്റ്റി, ഗുജറാത്തിലെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അവരുടെ ഒരു പുതിയ ഒരു ഫിനാൻസ് കമ്പനി ഇൻ്റർനാഷണൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് RBIയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. സ്പൈസ് ജെറ്റ് കമ്പനി, കാർലി ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി സ്പൈസ് ജെറ്റിൽ നിലവിൽ 7% നിക്ഷേപമുള്ള കമ്പനിയാണ്. അപ്പോൾ നിക്ഷേപം ഉയർത്താനായിട്ട് ഇവരുടെ MD കഴിഞ്ഞ ദിവസം ഒരു CNBC TV ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ഇനിയും നിക്ഷേപം സ്പൈസ് ജെറ്റിൽ ഉയർത്താൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ലുപ്പിൻ ലീഡിംഗ് ഫാർമ കമ്പനിയാണ് ലുപ്പിൻ. ഇവിടെ പുതിയ മെഡിസിൻ്റെ അംഗീകാരം, പുതിയ മെഡിസിൻ ഇവർ US ലോഞ്ച് ചെയ്യുകയാണ്. അതിനൊരു അംഗീകാരം US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടി. M&M കമ്പനി മൊബിലിയ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവരുടെ ഇലക്ട്രിക്കൽ മേഖല കുറച്ചും കൂടി ശക്തിപ്പെടുത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. XUV 300, 400 എല്ലാം തന്നെ EVയിൽ M&Mന് ഇറങ്ങുന്നുണ്ട്. സ്റ്റീൽ സ്ട്രിപ്സ് ആൻഡ് വീൽസ് കമ്പനി AMW ഓട്ടോ കമ്പോണൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവർ 138 കോടി രൂപക്ക് 138 കോടി രൂപ നിക്ഷേപം നടത്തി എന്നുള്ളതാണ്. ഉഗർ ഷുഗർ കമ്പനി SCA ഷുഗറായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസുണ്ട്. KOICL കമ്പനി, ഇവരുടെ ഒരു മാംഗ്ലൂരിലുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റ് താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. റോ മെറ്റീരിയലിൻ്റെ ലഭ്യതക്കുറവ് കാരണമാണ് അടച്ചിട്ടുള്ളത്. വേദാന്ത കമ്പനി, മൂഡീസ് എന്ന് പറയുന്ന US മേജർ ബ്രോക്കറിംഗ് സ്ഥാപനം വേദാന്ത കമ്പനിയുടെ റേറ്റിംഗ് നെഗറ്റീവിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസുണ്ട്. കൂടാതെ തന്നെ കർണാടക ബാങ്ക് അവർ ഡിജി വർത്തി എന്നൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലെ ന്യൂസുകൾ. സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ന്യൂസുകളാണ്. ഇതൊരു ബൈയോ സെല്ലോ ഇൻഡിക്കേഷനോ ഒന്നുമല്ല. ഇതുപോലെയുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ബ്രോക്കർ ഏതാണെന്ന്. എല്ലാ ബ്രോക്കറും ബെറ്റർ തന്നെയാണ്. എങ്കിലും ഫാർ OTMs എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ അപ്സ്റ്റോക്ക് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറുമാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ ബൈയിങ് ഒക്കെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്സ്റ്റോക്കിലാണ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള ന്യൂസായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.